ഒരു വർഷത്തിൽ നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയോ? നോക്കിയാലോ? വാ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, LFT. മാറി വരുന്ന ജീവിത സാഹചര്യം, ഭക്ഷണത്തിന്റെ നിലവാര തകർച്ച കൊണ്ട് തന്നെ LFT ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടെസ്റ്റ്. സോ അത് എല്ലാവരും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, HbA1c. മിക്ക ആൾക്കാരും ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ ആയിരിക്കും, വെറും വയറ്റിലെ ഷുഗർ ആയിരിക്കും. ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ ആയാലും ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് HbA1c ആണ്. അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ എന്ന് പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈലാണ്. അതും വെറും ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ അല്ല, ലിപ്പിഡ് പ്രൊഫൈൽ വിത്ത് അപ്പോ ലൈപ്പോ പ്രോട്ടീൻ ബി, അപ്പോ ബി. അതും കൂടെ വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ആദ്യം നമ്മളെ ശരീരത്തിലെ കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ എന്നറിയാനുള്ളൊരു ടെസ്റ്റാണത്. അത് ചെയ്യുമ്പോൾ, FLP ചെയ്യുമ്പോൾ, ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോ ബിയും കൂടെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെയുള്ള 4ഉം 5ഉം എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. വൈറ്റമിൻ ഡി ആണ് നാലാമത്തെ ടെസ്റ്റ്. വൈറ്റമിൻ ഡി ആരാണ് കൂടുതലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഡോർ ആയിട്ട് ചെയ്യുന്നവർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നവർ, ഹൗസ് വൈഫ്, അങ്ങനെയുള്ള ആൾക്കാർ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ബാക്കിയുള്ളവർ ചെയ്യുന്നത് നല്ലത് തന്നെ, അവരാണ് കൂടുതൽ ചെയ്യേണ്ടത്. ഓക്കെ. അഞ്ചാമത്തേന്ന് പറയുന്നത് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ക്രോണിക്കലി ഇല്ലായിട്ടുള്ളവർ, അതായത് ഈ ജന്മനാ എന്തെങ്കിലും അസുഖമുള്ളവര്, ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, എന്താ പറയുക, അൾസർ, ഇങ്ങനെ ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് വൈറ്റമിൻ B12 ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞ 3 ടെസ്റ്റാണ് എന്തായാലും നിർബന്ധമായും ഒരു കൊല്ലത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് അസുഖം വരാണ്ട് നോക്കുന്നത്. ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഓക്കെ. പിന്നെ എപ്പോഴും എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ബി സ്ട്രോങ്, കീപ് സ്മൈൽ ഓൾവേസ്. പിന്നെ നിങ്ങളെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും നിർബന്ധമായും മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊരു ഇൻഫോർമേറ്റീവായ കാര്യമാണ്. സോ ഇതെന്തായാലും ഷെയർ ചെയ്യും. നാളെ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.